നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോൺ മാഷനറി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. നമുക്ക് മാഷനറി സ്ട്രക്ചേഴ്സിനെ കുറിച്ച് അറിയാം. മെയിനായിട്ട് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സിനെ കുറിച്ചായിരുന്നു. അതിൽ സോളിഡ് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള ബ്രിക്ക്, സ്റ്റോൺസ്, അയൺ, ടിമ്പർ അതുപോലെയുള്ള ബിൽഡിംഗ് മെറ്റീരിയലിനെ കമ്പൈൻ ചെയ്തത് ഈ പറയുന്ന ബൈൻഡിങ് മെറ്റീരിയൽ ഉപയോഗിച്ചായിരുന്നു. അതിൽ തന്നെ വരുന്ന ബ്രിക്ക്, സ്റ്റോൺ എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കമ്പൈൻ ചെയ്ത് മോട്ടാറായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് സത്യം പറഞ്ഞാൽ മാസണറി സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ സ്റ്റോൺ മാസണറി എന്ന് പറയുമ്പം സ്റ്റോണും മോട്ടാറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പലതരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റോൺ മാസണറി എന്ന് പറയുന്നത്. ഈ സ്റ്റോൺ മാസണറിയിലും നമ്മൾ ബ്രിക്ക് മാസണറിയിൽ പഠിക്കുന്ന പോലെ തന്നെ ആദ്യം പഠിക്കാനുള്ളത് നേരെ ബോണ്ടുകളെ കുറിച്ചല്ല, അല്ലെങ്കിൽ നേരെ അതിൻ്റെ മാസണറി ടൈപ്സിനെ കുറിച്ചല്ല, ബേസിക് ടേംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഈ ബേസിക് ടേംസിലൂടെയാണ് നമ്മൾ അതിൻ്റെ ഹയർ കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. സോ എപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും എന്നാൽ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടൊരു ഭാഗമാണ് ബേസിക് ഡെഫിനിഷൻസ് ഓർ ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ഡെഫിനിഷൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരോ ടേംസും 10-20ഓളം ടേംസ് ഉണ്ട്. ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, നമ്മുടെ മെമ്മറിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോർബൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരെണ്ണമാണ്. എന്താണ് കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, corbel is a projecting stone which is usually provided to serve as a support for roof truss, beam, weather shed, etc. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഓവർസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോർബൽ എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൽ കീവേഡ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിംഗ് സ്റ്റോൺ, ഓക്കെ, സപ്പോർട്ട്, യൂഷ്വലി പ്രൊവൈഡ് ടു സിവിയർ സപ്പോർട്ട്, എന്തിനെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന പ്രൊജക്റ്റിംഗ് സ്റ്റോണിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിൽഡിംഗ് പണിയുന്നു അല്ലെങ്കിൽ ഒരു വോള് പണിയുന്ന സമയത്ത് ഒരു മാസണറി സ്ട്രക്ചറിൽ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഒരു സ്റ്റോണിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു മാസണറി സ്ട്രക്ചർ എന്ന് വിചാരിക്കുക. അതിന് ഞാൻ ഒരു സ്റ്റോണിനെ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ, ഏതെങ്കിലും ഒരു സാധനം, ഇപ്പോൾ നമുക്ക് റൂഫിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പം ആ റൂഫിൻ്റെ ചില ഭാഗങ്ങളെ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വെക്കണം അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫിഗർ കാണിച്ചു തരാം. ഫിഗർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഈ കാണുന്നതിൽ ഇതാണ് ഒരു വോൾ എന്ന് പറയുന്നത്. ഈ വോൾ എന്ന് പറയുന്നതിൽ എന്താണ്, ഈ പ്രൊജക്റ്റിംഗ് സ്റ്റോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർബൽ എന്ന് പറയുന്നത്. കോർബൽ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഒരു പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നെക്സ്റ്റ് ടേംസ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുക. പ്രൊജക്റ്റിംഗ് സ്റ്റോൺ മറ്റെന്തിനെയോ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺ, അത് എന്ത് ചെയ്യുന്നു, വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതാണ് എന്ത് പറയുന്നത്, കോർബൽ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, കൺഫ്യൂഷൻ ആയി പോകരുത്. ഇതുപോലെ മറ്റൊരു ടേമും കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് ടേംസിനെ കമ്പൈൻ ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഓർഡറിൽ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക കണക്ഷൻ കിട്ടില്ല. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടില്ല. എന്താണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്ക് അതിനോട് തന്നെ കോർബലിനോട് തന്നെ ചേർത്ത് വെക്കാവുന്ന, കൺഫ്യൂസിങ് ആയി പോകാവുന്ന, തെറ്റിപ്പോകാവുന്നൊരു ടേമാണ് കോർണിസ് എന്ന് പറയുന്ന ടേം. അപ്പോൾ ഞാൻ ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്താണ് ഈ കോർണിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമുക്ക് ഡെഫിനിഷനിലൂടെ പഠിക്കാം. കോർണിസ് ഈസ് എ കോഴ്സ് ഓഫ് സ്റ്റോൺ പ്രൊവൈഡഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വാൾ ഫോർ എന്താണ്, ഓർണമെന്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കീവേഡ്സിനെ നിങ്ങൾക്ക് എടുത്തു തരാണ്. ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്. കോഴ്സ് ഓഫ് സ്റ്റോൺ, നേരത്തെ കൊടുത്തത് എന്തായിരുന്നു, സിംഗിൾ സ്റ്റോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ സ്റ്റോൺ പ്രൊജക്റ്റഡ് ഫ്രം ദ വാൾ. ഇവിടെ കോഴ്സ് ഓഫ് സ്റ്റോൺ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു ടോപ്പ് ഓഫ് ദ വാൾ. വാളിൻ്റെ ടോപ്പിൽ അല്ലെങ്കിൽ റൂഫിന് തൊട്ട് താഴെയായി എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റോൺ അല്ല, ഒരു കോഴ്സ് മൊത്തം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഇപ്പം എന്ത് ചെയ്യാണ്, ഇതൊരു വോളാണ്. ഓക്കെ, ഇതൊരു വോളാണ്. അപ്പോൾ ഈ വോളിൽ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു കോഴ്സ് മൊത്തം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു കോഴ്സ് മൊത്തം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു ലെയർ ഓഫ് എന്താണ് അപ്പോൾ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഒരു നിരയായിട്ട് അടുക്കി വെക്കുന്ന ഒരു ബ്രിക്കിനെയോ സ്റ്റോണിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, ഒരു കോഴ്സാണെന്ന് പറയാം. മോട്ടാർ വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർണിസ് എന്ന് പറയുന്നത്. കോർണിസ് ഈസ് എ കോഴ്സ് ഓഫ് സ്റ്റോൺ ആണ് പ്രൊവൈഡഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വാൾ. വാളിൻ്റെ ടോപ്പിൽ അല്ലെങ്കിൽ അവിടെ മുകളിൽ വെക്കുന്ന റൂഫാണ്. അപ്പോൾ ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ റൂഫിന് തൊട്ട് താഴെ എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകം അല്ലെങ്കിൽ റൂഫിൻ്റെ താഴെ എന്നൊക്കെ കാണുമ്പോഴും തെറ്റല്ല എന്നുള്ള കാര്യം പ്രത്യേകം ആലോചിക്കുക. അങ്ങനെ പറയുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, കോർണിസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെയുള്ള കീവേഡ് എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ദ സ്റ്റോൺ, അവിടെ സിംഗിൾ സ്റ്റോൺ മാത്രമാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഈ പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സിൽ മറ്റൊരു ടേമിനെയും കൂടെ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിൽ തന്നെ പഠിക്കാൻ ചേർത്ത് വെക്കാനുള്ള ഒരു ടേമാണ് നമ്മുടെ പ്ലിന്ത്. ഇതും ഒരു
പ്രൊജക്റ്റിംഗ് സ്ട്രക്ചറാണ്. അപ്പം നേരത്തെ പറഞ്ഞത് ഒരു സിംഗിൾ സ്റ്റോൺ പ്രൊജക്ട് ചെയ്തു, ഒരു കോഴ്സ് ഓഫ് സ്റ്റോൺ പ്രൊജക്ട് ചെയ്തു. നെക്സ്റ്റ് ഇതെന്താണ്? ഇത് ഒക്കെ ഒരുമിച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. പ്ലിന്ത് നമുക്കറിയാം, പ്ലിന്ത് എന്താണ്, പ്ലിന്ത് ഏരിയ ഒക്കെ എസ്റ്റിമേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ പറയാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റിംഗ് കോഴ്സ് അറ്റ് ദ ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ വരുന്ന പ്രൊജക്റ്റിംഗ് കോഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? പ്ലിന്ത് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? പ്ലിന്ത്. ഓക്കെ, പ്ലിന്ത് അല്ലെങ്കിൽ ബേസ്മെന്റ് എന്നൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാറുണ്ട്. പ്ലിന്ത് അല്ലെങ്കിൽ ബേസ്മെന്റ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ്, നമ്മളിവിടെ ഫില്ലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തു? ഗ്രൗണ്ട് ഫ്ലോർ ലെവലെത്തി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? പ്ലിന്തിനെ നമ്മളിവിടെ റെപ്രസെന്റ്, അല്ലെ നമുക്ക് തറഭാഗത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും പ്ലിന്ത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്ലിന്ത് എന്താണ്? ദ പ്രൊജക്റ്റിംഗ് കോഴ്സ് അറ്റ് ദ ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ കാണപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്ലിന്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് പ്ലിന്ത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. സിൽ എന്താണെന്ന് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഒരു കോഴ്സും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സിൽ എന്ന് പറഞ്ഞാൽ ദ ബോട്ടം സർഫസ് ഓഫ് എ ഡോർ ഓർ വിൻഡോ ഓപ്പണിംഗ് ഈസ് നോൺ ആസ് സിൽ. അപ്പോൾ നിങ്ങൾ ഈ വേർഡ് കേൾക്കുമ്പോൾ വിചാരിക്കും, സാർ ഇത് വിൻഡോയിലോ അല്ലെങ്കിൽ ഡോറിനോടൊപ്പം പറയേണ്ടതല്ലേ? ശരിയാണ്. പക്ഷേ ഈ ടേമിൽ എന്ത് ചെയ്യാണ്? ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഒരു റെലവൻസി ഈ ഒരു ഭാഗത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് സിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിൻഡോൻ്റെയും അല്ലെങ്കിൽ ഡോറിൻ്റെയോ അടിഭാഗത്തെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ബോട്ടം സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മുടെ സിൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരാം, വിൻഡോൻ്റെ അല്ലെങ്കിൽ ഡോറിൻ്റെയോ ബോട്ടം സർഫസിനെ വിളിക്കുന്ന പേരെന്താണ്? സിൽ. അതിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ആ ഭാഗത്ത് കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ കോഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? സ്ട്രിങ് കോഴ്സിനെയാണ് കൊടുക്കുന്നത്. സില്ലിൽ കൊടുക്കുന്നത്, സിൽ ഭാഗത്താണ് കൊടുക്കുന്നത്. ആരെ കൊടുക്കുന്നത്? സ്ട്രിങ് കോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ S മാച്ച് ആയിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കോർബെല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കോർണിസോ അല്ലെങ്കിൽ പ്ലിന്തിലൊന്നും തന്നെ ഈ ഒരു കണക്ഷൻ ഇല്ല, പ്രൊജക്റ്റിംഗിൽ. അപ്പോൾ ഇവിടെ മാത്രം S കണക്ട് ചെയ്ത് നമുക്ക് ഓർത്ത് വെക്കാം. ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് അറ്റ് സ്യൂട്ടബിൾ ലെവൽ ബിറ്റ്വീൻ പ്ലിന്ത് ആൻഡ് കോർണിസ് ഈസ് ടേംഡ് ആസ് സ്ട്രിങ് കോഴ്സ്. ഒരു ഡെഫിനിഷൻ അങ്ങനെയും പറയുന്നുണ്ട്. പ്ലിന്തിനും കോർണിസിനും ഇടയിൽ എന്ത് ചെയ്യാണ്? ഒരു സ്യൂട്ടബിൾ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാണ്? കൊടുക്കുന്ന ഒരു കോഴ്സിനെ നമുക്ക് എന്ത് പറയാം? സ്ട്രിങ് കോഴ്സ് എന്ന് പറയാമെന്നും കണ്ടിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് കണ്ടിട്ടുണ്ട്? വിൻഡോന്റെ സിൽ ലെവലിൽ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ കോഴ്സിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പറയുക? സ്ട്രിങ് കോഴ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ക്ലിയർ ആണോ? സ്ട്രിങ് കോഴ്സ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് പ്രൊജക്റ്റിംഗ് കോഴ്സസ് എന്നുള്ളത്. കോർബെൽ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ സ്ട്രിങ് കോഴ്സ് ആയിക്കൊള്ളട്ടെ, സിൽ ആയിക്കൊള്ളട്ടെ, പ്ലിന്ത് ആയിക്കൊള്ളട്ടെ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? നിങ്ങൾ വ്യക്തമായിട്ട് ആലോചിച്ച് വയ്ക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ടേംസിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരേ ഫംഗ്ഷൻ വരുന്നത് ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമാവും. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത സെറ്റ് ആൾക്കാരെ പഠിച്ചാലോ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലേസിംഗ് കോഴ്സ്. പേരിലെ ഒരു സാമ്യതയാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇതിനോടൊപ്പം തന്നെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പേരിലെ ഒരു സാമ്യത വെച്ച് നമുക്ക് ഈ ഓപ്ഷൻസ് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സ്ട്രിങ് കോഴ്സ് അതുപോലെ തന്നെ ലേസിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ലേസിംഗ് കോഴ്സ് എന്ന് ചോദിച്ചാൽ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് ടു സ്ട്രെങ്തൻ എ വാൾ ഓഫ് ഇറഗുലർ സ്മാൾ സ്റ്റോൺ ഈസ് നോൺ ആസ് ലേസിംഗ് കോഴ്സ്. ഓക്കെ, ഡെഫിനിഷൻ എന്നാണ് ചോദ്യം വരിക. നിങ്ങൾക്ക് സിംപിളി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളൊരു വോൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിക്കുന്നുണ്ട് ഒരു വോൾ കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഉപയോഗിച്ചാൽ, ചെറിയ സൈസുള്ള കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇറഗുലർ ആയിട്ടുള്ള സ്മോൾ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വോൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറിന് മതിയായ സ്ട്രെങ്ത് ഉണ്ടാവണം എന്നില്ല. ആ സ്ട്രെങ്ത്തിനെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് വലിയ സ്റ്റോൺസ് ഉപയോഗിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലെയർ കൊടുക്കുന്നു. ഒരു വലിയ സ്റ്റോൺസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലെയർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേസിംഗ് കോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഏതാ ലേസിംഗ് കോഴ്സ്? ഇതിനിടയിൽ കൊടുത്തിരിക്കുന്ന വലിയ കല്ലുകളുടെ ഒരു കോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, നേരത്തെ പറഞ്ഞിരുന്നു കോഴ്സ് എന്താണ്? കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ഓഫ് എന്ത് ചെയ്യാണ്? ബ്രിക്സിനെയോ സ്റ്റോണിനെയോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്മോൾ ഇറഗുലർ ആയിട്ടുള്ള ചിപ്സ് ഉപയോഗിച്ചാണ് ഈ വാൾ ഉണ്ടാക്കാൻ നോക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഒരു വലിയ സ്റ്റോൺസിനെ കൊണ്ട് ഒരു ലെയർ കൊടുക്കുന്നു. അതിനെ എന്ത് പറയുന്നു? ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നു. അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കോഴ്സ് ഒരു ലെയറാണ്. അപ്പോൾ നേരത്തെ പഠിച്ചതൊക്കെ ലേസിംഗ് സ്ട്രിങ് കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പ്രൊജക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതും ഒരു പ്രൊജക്ഷൻ ആണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവാം. മറ്റേ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവർ എന്ത് ചെയ്യാം? ഇത് ഓപ്ഷനിൽ കൊടുക്കാം. തെറ്റിപ്പോവരുത്. ലേസിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ
ലേ ചെയ്യുക എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ലേ ചെയ്യുക അല്ലെങ്കിൽ ലേസി, ലേ എന്നൊക്കെ ആലോചിച്ചാൽ ലേ പറഞ്ഞാൽ കിടക്കുക. അപ്പം എന്ത് ചെയ്യാണ്, വോൾ നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ചെറിയൊരു കണക്ഷൻ. എപ്പോഴും ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് പരമാവധി കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആ ആൽഫബറ്റ്സിൻ്റെ മീനിങ്ങും അതിൻ്റെ ഡെഫിനേഷനും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക. എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ കറക്റ്റ് ആൻസറിനെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലേസിങ് കോഴ്സ്, ലേ ചെയ്യുക, ഇട്ട് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ലെയർ ആയിട്ട് ഇടുന്നതാണ്. ഓക്കെ, കോഴ്സാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇവിടെ കോഴ്സ് എന്താ ഉദ്ദേശിക്കണേ? ഈ ഒരു ലെയർ നിർമ്മിച്ചെടുക്കുന്ന, ഈ കോഴ്സ് നിർമ്മിച്ചെടുക്കുന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇറ്റ്സ് നോൺ ആസ് ലേസിങ് കോഴ്സ് എന്നാണ് നമ്മളിതിനെ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്താണ്? കോപ്പിംഗ് എന്ന് പറയുന്ന ടേമാണ്. എന്താണ് കോപ്പിംഗ്? അപ്പോൾ കോർണിസ് പഠിച്ചു, കോർബൽ പഠിച്ചു, അതുപോലെ നമുക്ക് പഠിക്കാനും തെറ്റിപ്പോകുന്ന ഒരു ടേമാണ് കോപ്പിംഗ് എന്ന് പറയുന്ന ടേം. എന്താണ് കോപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ, എ കോപ്പിംഗ് ഈസ് എ കോഴ്സ് ഓഫ് സ്റ്റോൺ വിച്ച് ഈസ് ലെയ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വാൾ ആസ് ടു പ്രൊട്ടക്ട് ദ വാൾ ഫ്രം റെയിൻ വാട്ടർ. ഏതോ ഒരു സാധനത്തിനെ റെയിൻ വാട്ടറിന് പ്രൊട്ടക്ട് ചെയ്യണം. എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ വാളും നമ്മൾ ഈ കൊടുക്കുന്ന റൂഫിനടിയിലാവണം എന്നില്ല. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് വാളോ പാരപ്പറ്റ് വാളോ ഒക്കെ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവാം? നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ ഉണ്ടാവുന്ന എല്ലാ എഫക്ട്സും അവരുടെ മുകളിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റെയിൻ വാട്ടർ വീഴുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്ട്രക്ചറിനെ ബാധിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇത്തരം അവസരങ്ങളിൽ നമ്മളുടെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോണിൻ്റെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന വോൾ ഫേസുകളിൽ എന്ത് ചെയ്യരുത്? റെയിൻ വാട്ടർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് എന്ത് പറയുന്നത്? കോപ്പിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്താ കൊടുക്കുന്നത്? എങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഇറ്റ്സ് എ കോഴ്സ് ഓഫ് സ്റ്റോൺ വിച്ച് ഈസ് ലൈഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വോൾ ആസ് ടു പ്രൊട്ടക്ട് ദ വോൾ ഫ്രം റെയിൻ വാട്ടർ. ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഫിഗർ മാറ്റി വരച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതൊരു വോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെയാണ് കോപ്പിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രയാങ്കുലർ ഷേപ്പിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും? വെള്ളം വീണ് അവിടെ തങ്ങി നിൽക്കുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലേക്ക് പോകും. അല്ല, ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും? മുകളിൽ നമുക്കൊരു കോഴ്സായിട്ട് വേണേൽ കൊടുക്കാം, സ്റ്റോണിൻ്റെ കോഴ്സായിട്ട് കൊടുക്കാം. ഉള്ളിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ കൊടുക്കുന്നു. അല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇത് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പിൽ, ഒരു ഹാഫ് എന്ത് ചെയ്യാണ്, സർക്കിൾ ഷേപ്പിലാക്കിയിട്ട് കൊടുത്താലും അത് എന്ത് തന്നെയാണ്? കോപ്പിംഗ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ ഫ്രം ദ റെയിൻ വാട്ടർ. ദ ബേസിക് ഐഡിയ എന്താണ്? റെയിൻ വാട്ടറിൽ നിന്നും കൊടുക്കുന്ന പ്രൊട്ടക്ഷനെയാണ് എന്ത് പറയുന്നത്? കോപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ കോപ്പിംഗ് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്ത് വെക്കുക? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്തെങ്കിലും വേർഡ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടോ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് വെക്കുക. സോ കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ ഫ്രം എന്താണ്? ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുക്കുക. റെയിൻ വാട്ടറിന് കൊടുക്കുന്ന പ്രൊട്ടക്റ്റീവ് ലെയറിനെയാണ് കോപ്പിംഗ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു കോപ്പിംഗ് ആണ്. ഈ വോളിൻ്റെ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നതാണ് വോൾ എന്ന് പറയുന്നത്. ഈ വോളിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു കോപ്പിംഗ് ആണ് ഈ കൊടുക്കുന്ന ഒരു ലെയർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു എന്തായിരുന്നു, ഒരു മോൾ ഭാഗം, ഒരു കോർണർ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ നമുക്ക് എന്തുണ്ടാവും? നെക്സ്റ്റ് ഒരു പോയിന്റ് പഠിക്കാനുള്ളതാണ് നമ്മുടെ വെതറിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലേ. അപ്പോൾ വെതറിങ്, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് വെതറിങ്. എന്താ വെതറിങ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് വെതറിങ്, ജിയോടെക്കിൽ വെതറിങ് പഠിച്ചിട്ടുണ്ട്, വേറെ പല ഭാഗങ്ങളിലും സോഷ്യൽ സയൻസിലൊക്കെ വെതറിങ് പഠിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് കാരണം കൊണ്ട് എന്താണ് ഡീഫോം ചെയ്തു പോകുന്നതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? വെതറിങ് എന്ന് പറയാമെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, അതുമായിട്ട് ചെറിയൊരു സാമ്യമുള്ള ഒരു ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെതറിങ് എന്ന് പറഞ്ഞാൽ ദ അപ്പർ സർഫസ് ഓഫ് ദ സ്റ്റോൺ യൂസ്ഡ് ഫോർ സിൽ, കോർണിസ് ആൻഡ് കോപ്പിംഗ് ഈസ് ഡ്രസ്ഡ് ഇൻ എ സ്ലോപ്പിംഗ് വേ സോ ദാറ്റ് ദ വാട്ടർ മേ ഫ്ലോ ഓഫ് ഈസിലി. ദിസ് ഈസ് ടേംഡ് ആസ് എന്താണ്? വെതറിങ്. അതായത് നമ്മൾ പറഞ്ഞു ഇത് കൊടുക്കുന്നത് എന്താണ്? വെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനാണ് കോപ്പിംഗ് കൊടുക്കുന്നത് പറഞ്ഞു. അത്തരത്തിൽ കോപ്പിംഗ് കൊടുക്കുമ്പോൾ അതിലൊരിക്കലും വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പരമാവധി നമ്മളിവിടെ സ്ലോപ്പ്ഡ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ കൊടുക്കുന്നത്? സർഫസ് സ്ലോപ്പ്ഡ് ആക്കി കൊടുക്കുന്നു. ഇത്തരത്തിൽ സർഫസ് സ്ലോപ്പ്ഡ് ആക്കി കൊടുക്കുന്നത് എന്തിനാണ്? വെള്ളം പെട്ടെന്ന് തന്നെ താഴത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സർഫസ് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഡ്രസ്സ് ചെയ്ത് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെതറിങ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? അതായത് കോപ്പിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ്? വാട്ടർ എന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ഇത്തരത്തിലുണ്ടാക്കുന്ന കോപ്പിങ്ങിൻ്റെ സർഫസിനെ പ്രോപ്പറായി ഡ്രസ്സ് ചെയ്തുകൊണ്ട് സ്ലോപ്പിംഗ് പ്രൊവൈഡ് ചെയ്ത് ഈ വെള്ളത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്ന പോലെ ഈ സ്ലോപ്പ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? വെതറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടേം പഠിക്കാൻ എന്താണ്? ഇവിടെ ചെറിയൊരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ചെറിയ ഗ്രൂവ്. അതിനൊരു പേരും ഇട്ടുണ്ട്, ത്രോട്ടിംഗ് എന്ന് പേരിട്ടുണ്ട്. എന്താണ് ഈ ത്രോട്ടിംഗ്? വെള്ളവുമായിട്ടും ഈ നമ്മൾ പറയുന്ന കോപ്പിങ്ങുമായിട്ടും ഇയാൾക്ക് എന്താണ് ബന്ധം? നോക്കിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ടേം തന്നെയാണ് ത്രോട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ത്രോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂവ് പ്രൊവൈഡഡ്. ഇതാണ് കീവേഡ്സ്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ഗ്രൂവ് പ്രൊവൈഡഡ്. ഇറ്റ് ഈസ് എ ഗ്രൂവ് പ്രൊവൈഡഡ് on the underside of the sill അല്ലെങ്കിൽ cornice അല്ലെങ്കിൽ coping so that the rainwater can discharge clear of the wall surface. It is known as the throttling. ഓക്കെ, കുറച്ചെന്തോ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റാം. ഞാൻ എന്ത് ചെയ്യാണ്, ഒരു നേരത്തെ ഫിഗർ കാണിക്കുന്നില്ല, ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു കോപ്പിംഗ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കോപ്പിംഗ് ഞാനിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും, സ്വാഭാവികമായിട്ടും മഴവെള്ളം വരികയാണെങ്കിൽ മഴവെള്ളം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മഴവെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു വെതറിങ് കൊടുത്തു, വേഗം അവിടെ നിന്ന് അയാളെ ഓടിച്ചു അല്ലേ? അപ്പോൾ മഴവെള്ളം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നമ്മുടെ ഈ സൈഡിലേക്ക് വന്ന് വീഴണം. പ്രോപ്പറായിട്ട് ഈ സൈഡിലേക്ക് വന്ന് കറക്റ്റ് കോർണറാണെങ്കിൽ വീഴോ? ഇല്ല. നമുക്കറിയാം കുറച്ച് വെള്ളം എന്തായിരിക്കും ഇങ്ങോട്ട് കയറി വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ അതിങ്ങനെ വന്നാൽ ഉള്ളിലേക്ക് ഈ സൈഡിലേക്ക് നമ്മുടെ വോളിൻ്റെ ആ ഫേസ് വരെ വരില്ലേ, വോളിൻ്റെ ഭാഗം വരെ വരില്ലേ? ഇപ്പം ഇങ്ങനെ കൊടുക്കണേ വോളിൻ്റെ ഭാഗം വരെ വരില്ലേ? അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ചെറിയൊരു ഗ്രൂവ് കൊടുക്കുന്നു. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ കൊടുക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഇത് കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടം വരെ വരുമ്പോൾ എന്തായിരിക്കും? വെള്ളം പിന്നെ പതിയെ അവിടെ ഗ്രൂവ് കൊടുക്കുമ്പോൾ താഴത്തേക്കായിട്ട് പോവാനായിട്ട് തുടങ്ങും. ക്ലിയർ അല്ലേ? അത്തരത്തിൽ നമ്മൾ വാട്ടർ കട്ടിങ് കൊടുക്കുക എന്നൊക്കെ ചിലപ്പോൾ ഒരു കോമൺ ഭാഷയിൽ നമ്മൾ കൺസ്ട്രക്ഷനിൽ പറയാറുണ്ട്. വാട്ടർ കട്ടിങ് കൊടുക്കുക എന്നൊക്കെ പറയും. അത്തരത്തിനെയാണെന്ന് പറയുന്നത് ത്രോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂവ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? സില്ലിലോ കോർണീസിലോ കോപ്പിങ്ങിലോ കൊടുക്കുന്നത് എന്താണ്? റെയിൻ വാട്ടർ ക്യാൻ ബി ഡിസ്ചാർജ്ഡ് ക്ലിയർ ഓഫ് ദ വോൾ. വോളിലേക്ക് വരാതെ തന്നെ ഇവിടെ വെച്ച് തന്നെ ആളെ എന്ത് ചെയ്യുന്നു? നമ്മൾ മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രോട്ടിംഗ് എന്നാണ് പറയുക. ക്ലിയർ ആണോ? അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഭാഗങ്ങളാണ്. എന്തൊക്കെയാണ് ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 ഭാഗങ്ങൾ ഓർത്ത് വെക്കണം. ഈ ഒരു പേജ് വെച്ച് നമുക്ക് പഠിക്കാം. കോപ്പിംഗ് എന്താണെന്ന് പഠിക്കാം, വെതറിംഗ് എന്താണെന്ന് പഠിക്കാം, ത്രോട്ടിംഗ് എന്താണെന്ന് പഠിക്കാം അല്ലേ? വോളിൻ്റെ ടോപ്പ് സർഫസിൽ റെയിനിൽ പ്രൊട്ടക്ഷൻ കോപ്പിംഗ് എന്ന് വിളിക്കുന്നു. അതിനെ സ്ലോപ്ഡ് ആക്കി കൊടുക്കുന്നു വെതറിംഗ് എന്ന് പറയുന്നു. അതിന് താഴെ വെള്ളം വോളിലേക്ക് എത്താതിരിക്കാൻ കൊടുക്കുന്ന ഗ്രൂവിനെ എന്ത് പറയുന്നു? ത്രോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ത്രോട്ടിംഗ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ബോണ്ട് എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ടേം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, പക്ഷേ എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുന്നത്. എക്സാമിന് നമുക്ക് ജസ്റ്റ് നോക്കാം. എ ബോണ്ട് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ലെയർ ഓഫ് സ്റ്റോൺ ഓർ ബ്രിക്ക് ബൈ വിച്ച് നോ കണക്ഷൻസ് ഓഫ് വെർട്ടിക്കൽ ജോയിൻസ് ആർ ഫോംഡ്. ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ബ്രിക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്റ്റോണിനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സിനെ തന്നെ ഒന്നിലധികം ലെയറുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? വെക്കുകയാണെന്ന് വിചാരിക്കുക. ഒന്നിലധികം ലെയറുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? വെക്കുകയാണ്. ഇത്തരത്തിൽ ഒന്നിലധികം ലെയറുകൾ വെക്കുന്ന സമയത്ത് അതിനെ പറയുന്ന പേരെന്താണ്? കോഴ്സ് എന്നാണ് പറയുന്നത്. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? വെർട്ടിക്കൽ ജോയിൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരേ ലൈനിൽ തന്നെ വരരുത്. കാരണം എന്തുകൊണ്ടാണ്? സ്ട്രെങ്ത് കുറയും അല്ലേ? ഒരേ ലൈനിൽ തന്നെ വരുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ഉണ്ടാവുക? നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഒരേ ലെയറിൽ തന്നെയാണ് നമ്മുടെ വെർട്ടിക്കലായിട്ട് നമ്മുടെ ജോയിൻസ് എല്ലാം ഒരേ ലൈനിൽ തന്നെ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വോൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലെയർ ഇങ്ങനെ വെച്ചു, അടുത്ത ലെയർ ഇങ്ങനെ വെച്ചു, അടുത്ത ലെയർ നമ്മളിങ്ങനെ വെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് ഒരു ലോഡ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് പോകുന്ന രീതിയിലൊരു അവസ്ഥയുണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കൊടുക്കരുത്. പകരം എന്ത് ചെയ്യണം? മനഃപൂർവ്വമായിട്ട് നമുക്ക് ഒരേ സൈസുള്ള ബ്രിക്കുകളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സൈസുകളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കണം. സൈസുകൾ റീഅറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഇവിടെ കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ ഒരു ലെയർ കൊടുത്തു, ഇവിടെ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? ഒരേപോലെ നമുക്ക് വരുന്നില്ല. അപ്പോൾ എന്താണ്? വെർട്ടിക്കൽ ജോയിൻസ് ഒരു ലൈനിൽ വരാതിരിക്കുമ്പോൾ സ്ട്രെങ്ത് കൂടുകയാണ് കമ്പാരിറ്റീവ്ലി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണ് എന്ത് പറയുന്നത്? ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലെയർ ഓഫ് ആണെങ്കിൽ ഒരു കോഴ്സ് എന്ന് പറയാം. അല്ലാതെ നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുന്നത് വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ വരാതെ അറേഞ്ച് ചെയ്തെടുക്കുന്നതിന് എന്ത് പറയുന്നു? ബോണ്ട് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് അതുപോലെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് മറ്റൊരു ടേം ഉണ്ട്, ബേസ്ഡ് ആയിട്ടുള്ള ടേമാണ് സ്പാൾസ് എന്ന് പറയും. വീട്ടിലൊക്കെ അത്യാവശ്യം മതിലിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നിന്നിട്ടുണ്ടാവുക. ആ സമയത്ത് നമ്മൾ കണ്ടു പരിചയിച്ചൊരു ടേമാണ്, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, സ്പാൾസ് എന്ന് പറയുന്നത്. എന്താണ് സ്പാൾസ്? ഞാൻ ഇവിടെ ഒരു മതിലിൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ, കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മതിലിൻ്റെ പിക്ക് കാണിച്ചിട്ടുണ്ട്. ഈ കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയ മതിലിൻ്റെ പിക്ക് കാണിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൽ മേജർ ആയിട്ടുള്ള കുറേ കരിങ്കല്ലുകളുണ്ട്. ഇതൊരു വലിയ കല്ലാണ്, ഇതൊരു വലിയ കല്ലാണ്, ഇതൊരു വലിയ കല്ലാണ്. വലിയ വലിയ കല്ലുകൾക്കിടയിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ കല്ലുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ വലിയ കല്ലുകൾ വെച്ച് മാസൺ പണിയുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഗ്യാപ്പുകളൊക്കെ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വെച്ച് ഫില്ല് ചെയ്യും. ആ കല്ലുകളെയാണ് എന്ത് പറയുന്നത്? സ്പാൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്ത് ചെയ്യാണ്? പ്രോപ്പറായിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദ ചിപ്പ് ഓഫ് സ്റ്റോൺ യൂസ്ഡ് ടു ഫിൽ അപ്പ് ദ എംപ്റ്റി സ്പേസസ് ഇൻ ദ സ്റ്റോൺ മാഷനറി ഈസ് നോൺ എന്താണ്? സ്പാൾസ് അല്ലെങ്കിൽ സ്നീക്സ് എന്നാണ് വിളിക്കുന്നത്. സ്പാൾസ് അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നു? സ്നീക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? വലിയ സ്റ്റോൺസിനിടയിൽ അറേഞ്ച്മെന്റ്സിൽ വരുന്ന സ്മോൾ ചിപ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പാൾസ് അല്ലെങ്കിൽ സ്നീക്സ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് പേരും ഓർത്ത് വെക്കുക, സ്പാൾസ് ഓർ സ്നീക്സ്. എന്താണ്? ദ ചിപ്സ് ഓഫ് ദ സ്റ്റോൺ യൂസ്ഡ് ടു ഫിൽ അപ്പ് ദ എംപ്റ്റി സ്പേസസ് ഇൻ ദ സ്റ്റോൺ മാഷനറി. സ്റ്റോൺ മാഷനറിയിലെ എംപ്റ്റി സ്പേസ് എന്തുകൊണ്ടാണ് ഫിൽ ചെയ്യുന്നത്? സ്പാൾസ് അല്ലെങ്കിൽ സ്നീക്സ് കൊണ്ടാണ്. ഇതൊക്കെ PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതെല്ലാം PSC ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ടേമാണ്. ആ ടേമിൻ്റെ പേര് നിങ്ങളിത് കേട്ടിട്ടുണ്ട്, ബ്രിക്ക് മാഷനറിയിലൊക്കെ ഒരുപാട് ഈ ടേം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? ക്വീൻ എന്ന് പറയുന്ന ടേം, ക്വീൻ. നമ്മളിതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമുക്കൊന്ന് കൺഫ്യൂഷൻ ആയതാണ് അല്ലേ? എവിടെയാണ് കൺഫ്യൂഷൻ ആയത്? ക്വിന്നും ക്വീൻ ക്ലോസർ, ക്വീൻ ക്ലോസർ, കിങ് ക്ലോസർ, ക്വീൻ ക്ലോസർ, അവിടെ വെച്ച് നമുക്ക് കൺഫ്യൂഷൻ ആയില്ലേ? എന്താണ് ക്വീൻ എന്ന് ചോദിച്ചാൽ ദ എക്സ്റ്റേണൽ കോർണർ ഓർ ആംഗിൾ ഓഫ് ദ വോൾ സർഫസ് ഈസ് കോൾഡ് ക്വീൻ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പുറംഭാഗത്തായിട്ടുള്ള ഏറ്റവും അറ്റത്തായിട്ടുള്ള എക്സ്റ്റേണൽ കോർണറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വീൻസ് എന്ന് പറയുക. കുറച്ചും കൂടെ ക്ലാരിറ്റി ആവും നിങ്ങൾക്ക് ബ്രിക്ക് മാഷനറി പഠിക്കുമ്പോൾ. ബ്രിക്ക് മാഷനറിയിൽ ലെയേഴ്സ് അറേഞ്ച് ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. ഇതിൽ സെക്കൻഡ് ലെയർ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഹെഡർ വെച്ച് അറേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഈ അറ്റത്ത് കോർണറിലായിട്ട് കൊടുക്കുന്ന ഹെഡറിനെ എന്ത് പറയുന്നു? ക്വീൻ ഹെഡർ എന്നാണ്. സോറി, സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട്. QUOIN, ക്വീൻ ഹെഡർ എന്നാണ് പറയുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ക്വീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എക്സ്റ്റേണൽ കോർണറിനെയാണെന്ന് പറയുന്നത് ക്വീൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്വീൻ ഹെഡർ എന്ന് പറയുന്നതാണ് ഔട്ടർ മോസ്റ്റ് ലെയറിലേറ്റ് എക്സ്റ്റേണൽ കോർണറിലുള്ള ഹെഡറിനെയാണ് ക്വീൻ ഹെഡർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതുപോലെ നമുക്ക് മറ്റൊരു ടേം എന്ന് പറയുന്നത്, നമ്മുടെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ട്രഫ് സ്റ്റോൺ. ഓക്കെ, ട്രഫ് സ്റ്റോൺ പേരിന്ന് അത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളല്ല ട്രഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. ട്രഫ് സ്റ്റോൺ എവിടെയോ സ്റ്റോൺ വെക്കുന്നു, അതാണ് അർത്ഥം. എവിടെയോ സ്റ്റോൺ വെക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ വോളുകൾ പഠിക്കുന്ന സമയത്ത്, വോളിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബ്രിക്ക് മാഷനറി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, നമ്മളെന്താണ് ഇപ്പോൾ വോളിൻ്റെ തന്നെ ഏറ്റവും പുറംഭാഗം നമുക്ക് കാണാവുന്ന ഭാഗം എന്താ പറയാം? നമുക്ക് ഫേസിങ് എന്ന് പറയാം, ഫേസ് എന്ന് പറയാം. ബാക്ക് ഭാഗം നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ബാക്ക് എന്ന് പറയാം. ഇൻ ബിറ്റ്വീൻ ഉള്ള ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? ഹേർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു ഫേസ് ഉണ്ട്, ഒരു ബാക്ക് ഉണ്ട്, ഒരു ഹേർട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫേസും ബാക്കും ഈ ഹേർട്ടിങ്ങും കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഫേസിങ് എന്ന് പറയാം, ഫേസിങ് എന്ന് പറയാം, ഇവിടെ ബാക്കിങ് എന്ന് പറയാം, ഇവിടെ ഹേർട്ടിങ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഈ ഫേസിങ്ങും ബാക്കിങ്ങും ഹേർട്ടിങ്ങും പറയും നമ്മൾ ലെയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശരിക്കും ഈ മൂന്ന് പേരും ഒരുപോലെ നിന്നാലാണ് സ്ട്രെങ്ത് കിട്ടുക. അപ്പോൾ ചിലപ്പോൾ പുറംഭാഗം ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ബോണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുക്കും. അപ്പോൾ നടുഭാഗം നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് വേണ്ടാന്ന് വയ്ക്കും. ബാക്ക് ഭാഗം സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ അത്തരത്തിലൊരു അറേഞ്ച്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെയർ ആയിട്ട് പണിത് വരുമ്പം എന്ത് ചെയ്യുന്നു? ഒരു ലെയറിനെ കണക്ട് ചെയ്തുകൊണ്ട്, അതായത് മൂന്ന് ലെയറിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്റ്റോൺ വെക്കുകയാണെന്ന് വിചാരിക്കുക. എല്ലാവരെയും കണക്ട് ചെയ്തുകൊണ്ട് സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് സ്ട്രെങ്ത് കൂടില്ലേ? അതിനെ നമുക്ക് എന്ത് പറയാം? ട്രഫ് സ്റ്റോൺ എന്ന് നമുക്ക് വിളിക്കാം. ട്രഫ് സ്റ്റോൺ എന്ന് വിളിക്കാം. In stonework, some stones are regular interval are placed as a right across the wall. Such stone are known as the troughs അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? ബോണ്ട് സ്റ്റോൺ. അതായത് കുറച്ച് ഇൻ്റർവെല്ലുകൾക്ക് ശേഷം അല്ലെങ്കിൽ ചെറിയ ഇൻ്റർവെല്ലിന് ശേഷം മൂന്ന് പേരെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോൺ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ രണ്ട് സ്റ്റോണുകൾ ചേർത്ത് വെച്ചുകൊണ്ടോ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത് പറയുന്നത്? ട്രഫ് സ്റ്റോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് പറയാം? ബോണ്ട് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ഇതാണ് ട്രഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഒരു വോൾ ഉണ്ടാക്കിയിരിക്കുന്നു, എന്ത് ചെയ്യാണ്? ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്.
ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെന്താണ്? ഒറ്റ സ്റ്റോൺ തന്നെ കൊടുക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓവർലാപ്പ് ചെയ്ത് കൊടുത്താലും അതെന്ത് തന്നെയാണ്? ട്രഫ് സ്റ്റോൺ തന്നെയാണ്.